നസ്രാണികൾ പോലും ഇവിടുത്തെ മുസ്ലിങ്ങളെ ഭയന്നാണ് കഴിയുന്നത്. എന്തിന്? അവരാരും പറയാൻ പറയുന്നില്ല എങ്കിൽ പോലും എന്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ 90% ആളുകളും അതിനോട് യോജിപ്പാണ്. ക്രിസ്ത്യൻ സമൂഹത്തിന് ഭയം ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം പറയട്ടെ. അതിന് ഏതെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിലത്തെ ആരെങ്കിലും ഏതെങ്കിലും അലവലാതി ഷാജിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്താണ് നടേശ ഈ പറയണത്? പറയാം. കാരണം അവരുടെ കടന്നുകയറ്റവും അവരുടെ പ്രവൃത്തിയും ഞങ്ങൾക്ക് പലതും കണ്ടല്ലോ. അത് സഹിക്കല്ലേ ഇതല്ല. എന്തിനു സഹിക്കണേ? ഇന്ന് ഇന്ത്യയിൽ എല്ലാ ആളുകൾക്കും തുല്യ അവകാശമാണുള്ളത്. ഒരു വിഭാഗത്തെ ഭയന്നുകൊണ്ട് മറ്റൊരു വിഭാഗം എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? വെറുതെ മറ്റുള്ള കാര്യം. നടേശൻ്റെ കാര്യം പറ. നടേശൻ എല്ലാവരുടെയും കൂടി വാപ്പയാവാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നടേശൻ പണ അതുകൊണ്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിക്കണമെന്ന് പറഞ്ഞാൽ ആ യോജിപ്പിനോട് ഒരു ഐക്യ കാലഘട്ടത്തെ അനിവാര്യമാണ്. അനിവാര്യമായി അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വം കൊണ്ട് എത്തിച്ചു എന്നുള്ളതല്ലേ. അതെങ്ങനെ നടേശ? ഈ ലീഗ് മുസ്ലിങ്ങളുടെ അട്ടിപ്പേറവകാശം മൊത്തത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ? ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി അങ്ങനെ പോട്ടെ. നടേശന് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് പറഞ്ഞു തന്നെ. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ഏകാധിപത്യവും അതുപോലെ മതാധിപത്യവും. ഇപ്പൊ തന്നെ പറഞ്ഞതല്ല, ഞങ്ങളിപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, ഞങ്ങൾക്ക് കുറെ അധികം സീറ്റ് കിട്ടിയത്. അതനുസരിച്ച് ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചോദിക്കുമെന്നാ പറഞ്ഞത്. അതിനെന്തിനാണ് ഈ നടേശന് കുരുപൊട്ടുന്നത്? കുരുപൊട്ടുക എന്നല്ല, കുരുപൊട്ടി ഒലിക്കുന്നത്. അതിന് ഏറ്റവും നല്ല മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഡ്രയർ ഇടാറുണ്ടെങ്കിൽ അത് അഴിച്ചു വെക്കുക. എന്നിട്ട് നല്ല മുള്ളുള്ള മുരിക്കുമ്മ വലിഞ്ഞു കയറുക, പരമാവധി വലിഞ്ഞു കയറാൻ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടെങ്കിൽ ഒരു ഏണി വെച്ചിട്ട് കയറുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഏണി എടുത്ത് മാറ്റാൻ ചോട്ടിലുള്ള ആരോടെങ്കിലും പറയാം, അല്ലെങ്കിൽ കാലു മാറ്റിയിടുക. എന്നിട്ട് ഒരൊറ്റ ഉരുശലുണ്ട് ഉരുശിക്കഴിഞ്ഞാൽ ചൊറിച്ചിലിന് നല്ല ശമനം കിട്ടും. അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അവർ കൂടുതൽ സീറ്റുകൾ ചോദിച്ചാൽ അത് UDF കാര്യമല്ലേ. അതിലെന്തിനാണ് ഈ ഏതെങ്കിലും അലവലാതി ഷാജി വന്നിട്ട് തലയിട്ടിളക്കുന്നത്? വല്ലാത്ത യാതി അല്ലേ? പറയൂ. ആരാ പറഞ്ഞേ? ഏതാത്? ഇനി സീറ്റ് അവർ കൂടുതൽ മേടിക്കും. ഈ കോൺഗ്രസിന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? അവരുടെ ഗതികളല്ലേ. കോൺഗ്രസ് നല്ലൊരു പാർട്ടിയാണ്. ഒരു കോൺഗ്രസ്സുകാരുടെ ഒരു വിഷമവും ഇല്ല, പ്രതിഷേധമില്ല. തന്നെ വല്ലാത്ത യാതി. കോൺഗ്രസ് കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ, ലീഗ് ചോദിക്കുന്നെങ്കിൽ ചോദിക്കട്ടെ. അതിൽ വെള്ളാപ്പള്ളി നടേശന് കുരുപൊട്ടി ഒലിക്കുവാനുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് ഒന്ന്. അതിനു മുമ്പേ ചോദിക്കുവാനുള്ളത്, ക്രിസ്ത്യാനികൾ ഇവിടെ ഏതെങ്കിലും മതവിഭാഗത്തിനെ ഭയന്നുകൊണ്ടാണ് കഴിയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനൊരു സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ഉത്തരേന്ത്യയിൽ നടേശ ഒന്ന് പോയോക്കൊണ്ടോ. ട്രെയിനിലുള്ള ടിക്കറ്റ് കാശില്ലെങ്കിൽ ഞാൻ തരാം, ചെലവ് കാശും തരാം, എന്നിട്ട് പോയോക്കൊണ്ടോ. ഉത്തരേന്ത്യയിലൂടെ നല്ലോണം പുറത്ത് പാള വെച്ച് കെട്ടേണ്ട അവസ്ഥയിൽ ചില ആളുകൾ, അത് നടേശൻ പറഞ്ഞ ആളുകൾ നടക്കുന്നുണ്ട്. ആരെയൊക്കെന്നാ കൊള്ളുന്നത് എന്നൊക്കെ പോയി കണ്ട് മനസ്സിലാക്കുക. വെറുതെ പരമത വിദ്വേഷം, വർഗീയത ഇങ്ങനെ ചുഴറ്റ മിക്സിയിലിട്ടിട്ട് നമ്മൾ ഫ്രൂട്ട്സ് മിക്സഡായിട്ട് അടിക്കുമല്ലോ, അതേപോലെ ഇതിലൊക്കെ പാടിട്ടിട്ടുണ്ട്. മിക്സ് ചെയ്യാണ്, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വാരിയെറിയാണ്. മിക്സ് ചെയ്യുമ്പോൾ ഇത് പരമത വിദ്വേഷമാണ്, വാരി എറിയുമ്പോൾ മറ്റേ സാധനമാണ്, രാവിലെ കക്കൂസ് കൊണ്ടിടുന്ന സാധനമാണ്, അതിനേക്കാൾ മോശമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം എത്രത്തോളം ഉണ്ട് എങ്ങനെയാണെന്നുള്ളത് ക്രിസ്ത്യൻ വിഭാഗമല്ലേ പറയേണ്ടത്. ഈ ഇടയ്ക്കൊരു വീഡിയോ കണ്ടിരുന്നത് ഡൗൺലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, വീണ്ടും കിട്ടുകയാണെങ്കിൽ ഇതിൽ ചേർക്കാം. അതായത് എല്ലാ മുസ്ലിങ്ങളോടൊന്നും ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിരോധമില്ല, ചില തീവ്രവാദമുള്ള മുസ്ലിങ്ങളോടാണെന്ന് PC ജോർജ് എന്ന് പറയുന്ന വിഴുപ്പ് പാണ്ഡം പോലും പറഞ്ഞിട്ടുണ്ട്. കാര്യം അയാളത് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് ഫ്രീഡം സോൾജേഴ്സിൽ മുസ്ലിങ്ങൾ ധാരാളം പിറന്ന നാടിന് വേണ്ടിയിട്ട് ഈ ഇന്ത്യ സ്വതന്ത്രമാകുവാൻ വേണ്ടിയിട്ട് പോരാടിയവർ, അതിൽ ഞങ്ങൾ ആൾക്കാരൊന്നും കാണാനില്ല, പക്ഷെ മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൃസംഗി കൂടിയായ PC ജോർജ് അടക്കം പറഞ്ഞത്. മുസ്ലിമിനെ എതിർക്കാൻ ഞാനില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവർ. അത് തന്നെയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാണ്. ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസം എന്ന നിലയിൽ എനിക്കുണ്ട്. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ, പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പ്രായമൊന്നും വിവരക്കേട് പറയണതിന്
മാനദണ്ഡമാക്കൂല, ബഹുമാനത്തിന് എടുക്കൂല എന്നാണ് പറയാനുള്ളത്. കണ്ടത് കൂട്ടിക്കോളിയും. ഇനി ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ആയിക്കോട്ടെ, എങ്ങനെയായാലും വേണ്ടില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. ഇനി വേറെ എന്തെങ്കിലും ആണെച്ചെങ്കിൽ അതും നമുക്ക് മത്തായി പറഞ്ഞ പോലെയാണ്. പോട്ടെ പുല്ല് വക്കോല് കൂടെ.